എങ്ങോട്ട് ചെന്ന് കയറണം? വീട്ടിലോട്ട്. വീട്ടിലോട്ട് ചെന്ന് കയറിക്കൊടു. ദയാ അങ്ങോട്ട് ചെല്ലുമ്പോ ലച്ചു ചേച്ചി ഒന്ന് ചോദിക്കും, പടം എങ്ങനെ ഉണ്ടായിരുന്നു? എന്ത് പറയും? കൊള്ളത്തില്ലായിരുന്നു എന്ന് പറയണം. അതെന്തിനാടാ കള്ളം പറയുന്നത്? പടം സൂപ്പർ അല്ലായിരുന്നു. നല്ല പടമാണെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ലച്ചു ചേച്ചിക്ക് കലിപ്പ് കൂടൂലേ? എടാ അളി, എനിക്കങ്ങനെ കള്ളം പറയാനൊന്നും പറ്റത്തില്ല. ഞാൻ നല്ല സിനിമയ്ക്ക് നെഗറ്റീവ് പറയത്തില്ല. ഓ അങ്ങനെ എന്നാ പിന്നെ കിട്ടാളാ മേടിച്ച. അളിയാ നീ നോക്കിക്കോ, ലച്ചൂസിനെ നമ്മളിത് ഈ അൽഫാമില് വീഴ്ച. എടാ ലച്ചൂസിനെ എനിക്ക് അറിയത്തില്ലേ സോപ്പടാ. നീ ബാടാ സോപ്പിടുകയും ചെയ്യും വീഴുകയും ചെയ്യും. അവളെ ഞാനിന്ന് വീഴ്ത്തും. 1 2 3 4 5 6 7 8 9 10 11 12 15 16 17 18 19 20. ഞാൻ എന്നെ കഴിഞ്ഞേ ഒളിച്ചാലും ഒളിച്ചില്ലെങ്കിലും സാറ്റ്. ഓ സാറ്റ് കളിക്കണ്. നമുക്കൂടെ പോയി ചേർന്നാലാ? പോയടാ വേണ്ടി അളിയാ. 6 ദിവസമായിട്ടൊന്ന് സാറ്റ് കളിക്കുക. എന്റെ പാറോട് ഇല്ലല്ലോ. പിന്നെ അമ്മായി കണ്ടുപിടിച്ചേ ദില്ലി. കണ്ടുപിടിച്ചേ. ഇവിടെയാണ് ഒളിച്ചിരിക്കുന്നേ. ഇവിടെ ഒളിച്ചത് ഞാൻ പെട്ടെന്ന് കണ്ടുപിടിക്കത്തില്ലേ? കണ്ടുപിടിച്ച് നീ ഒരു കാര്യം ചെയ്യ്, നീ എണ്ണ, ഞാൻ ഒളിക്കും. ഇവിടെ വേറെയും കുറെ അന്തേവാസികളുണ്ട്. ദേ ലച്ചൂസിന്റെ ഓരോ കാര്യം. ലച്ചൂസ് പാവയോട് സംസാരിക്കുക. ഡോണ്ട് ടച്ച്. പഞ്ച് ദേ ഇവരെങ്ങാനും വിളിച്ചു കഴിഞ്ഞാലേ ഇവരുടെ കൂടെ ഒന്നും കേറി പോകരുത് കേട്ടോ, പെരുവഴിയിലാവും. ചേച്ചി പടം സത്യമായിട്ടും കൊള്ളത്തില്ലായിരുന്നു. കൂറപ്പടം, ചിരിക്കാനും ഇല്ല കരയാനും ഇല്ല. ആഹാ സിനിമയ്ക്ക് വരെ എത്തിയാ? എങ്ങനെയുണ്ടായിരുന്നു പടം? അമ്മായി സൂപ്പർ പടം. പൊളിച്ചില്ലേ? അയ്യോ എന്റെ പൊന്നമ്മായി, പടം ഒരു വകയ്ക്ക് കൊള്ളത്തില്ല. എന്തിനോ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ഒരു പടം അല്ലേടാ. പഞ്ച് നിനക്കറിയോ, ഈ ലോകത്തെ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തത് മനുഷ്യന്മാരെയാ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ തലയാട്ടണം, അല്ലെങ്കിൽ ദേ കൈവക്കണം. ചേച്ചിക്ക് വേണ്ടി അളിയനെന്താ മേടിച്ചോണ്ട് വന്നേക്കണേ നോക്ക്. എന്താ എന്റെ ലച്ചൂസിന് വേണ്ടി സ്പെഷ്യൽ അൽഫാം. എന്താണ് തോളത്തൊക്കെ കൈ വെച്ചേക്കണേ? എന്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണ്ടേ? മതിയായ എന്നാ നമുക്കത് കളിക്കണ്ട. എന്തു പറ്റി? മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു. വിശക്കുന്നുണ്ടോ? നമുക്ക് അടുക്കളയിൽ പോയിട്ട് പഴം വിഴുങ്ങാം. എന്തോ എന്താ ഉണ്ടായേ? നിങ്ങൾ ഇവിടെ നിന്ന് പോയതിനു ശേഷം അവളൊന്ന് പാറമട വരെ പോയിട്ട് തിരിച്ചു വന്നപ്പോ ഈ പാവ കയ്യിലുണ്ട്. അതിനുശേഷം ഞങ്ങൾക്കൊന്നും ഒന്നും സംസാരിക്കുന്നില്ല, എല്ലാം പാവയോടാണ് പറയുന്നത്. എനിക്കെങ്ങനെ അറിയാനാ? നിങ്ങൾ സിനിമയ്ക്ക് കൊണ്ടുപോകാത്തോണ്ടാണ് അവക്ക് ഈ ഗതി വന്നത്. അല്ലെങ്കിൽ ഈ മനുഷ്യന്മാർക്കൊക്കെ ഒരു കഴിവുണ്ട്, എല്ലാത്തിനും അങ്ങ് ന്യായീകരിച്ചുകൊണ്ടിരിക്കും. വാടാ. കുഞ്ചിയമ്മയ്ക്കഞ്ചു മക്കളാണ്, അഞ്ചാമനോമന പഞ്ചുവാണ്. പഞ്ചാര വിറ്റു നടന്നു പഞ്ചു, പഞ്ചാര പഞ്ചു എന്ന പേരു വീണു. എന്താണ് നാണം വരുന്നുണ്ടാ? നാണമാണോ? നാണം എന്താണ്? നാണം കൊന്നു. ഉറങ്ങണ്ടേ നമുക്ക്? അങ്ങനെ പാട്ടൊക്കെ പാടി നടന്നാ മതിയോ? ഉറങ്ങാം. ഇത് കൈവിട്ട് പോയി. ഉറങ്ങാം. നീ ചുമ്മാ പേടിപ്പിക്കലടാ. ഞാൻ പേടിപ്പിച്ചതല്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാ. ഇത് കണ്ടത് അളേ, മനുഷ്യ മനസ്സെന്ന് പറഞ്ഞാലേ ഒരു നാരോ പാത്താണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാ കഴിഞ്ഞ് കത്തം പോകയാ. ഇതേപോലെ പോവും. എടാ ഇത് ചുമ്മാ ഇവിടെ നമ്മളെ പറ്റിക്കാൻ കാണിക്കുന്നതാടാ ഇതൊക്കെ. അളേ, ഒരു മനുഷ്യനെ കൊണ്ട് പറ്റിക്കാന്നൊക്കെ പറഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ ഓക്കെ, ഇത്ര നേരം ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂല. ഇത് അത് തന്നെ കിളി പോയി.
അല്ലയാ അല്ലേ വിഷമിക്കാരി, നമുക്ക് ചേച്ചിയെ വല്ല ഡോക്ടറിനെ കൊണ്ടുപോയി കാണിക്കാം. അല്ലയാ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടാ. എന്താടാ കിളിപോയെന്നും പറഞ്ഞിട്ട് ദേവി എന്റെ ചേച്ചിയെ കളഞ്ഞിട്ട് പോരുത്. പോയടാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാന്ന് വെച്ചാൽ എന്തേലും ചെയ്യണം. എന്തായാലും ചെയ്തില്ലേ പറ്റുള്ളൂ. ചരിഞ്ഞിടന്നുറങ്ങിക്കോ. ഒറ്റക്കായ ലച്ചുന് ഒറ്റക്കായ പഞ്ചെന്നാ? ഫീലിംഗ് ലോൺലി എന്ന് കൂടെ ഇടായിരുന്നു. എടാ അത് തന്നെയല്ലടാ ഇത്. മറ്റേ നമുക്ക് കുറച്ച് ഗുമ്മ കിട്ടുമല്ലോ.